ഇന്തോനേഷ്യയിലെ മനോഹരമായ കാഴ്ചകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ റൈസ് ടെറസ് എന്ന അത്ഭുത കാഴ്ചയും കണ്ട് അവിടെ നിന്നും ഉച്ചഭക്ഷണത്തിനും അതുപോലെ തന്നെ ഒരു ജ്വാലാമുഖിയെ നേരിൽ കാണുവാനുമായിട്ടാണ് ഇപ്പോൾ നാം യാത്ര തിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഒത്തിരിയേറെ സജീവ ജ്വാലാമുഖികൾ ഉണ്ടെങ്കിലും ഒരു ജ്വാലാമുഖി കാണുക എന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകകരമായി. അങ്ങനെ നാം ഇപ്പോൾ ഒരു സജീവ ജ്വാലാമുഖിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ജ്വാലാമുഖിയോട് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണവും. അങ്ങനെ ഈ ജ്വാലാമുഖിയുടെ എതിർദിശയിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലിരുന്ന് നാം ഈ ജ്വാലാമുഖിയുടെ മനോഹരമായ കാഴ്ചകൾ കാണുകയാണ്. നമുക്കൊപ്പമുള്ള സഹയാത്രികർ ഇവിടെ നിന്നും ഈ ജ്വാലാമുഖിയുടെ ധാരാളം ഫോട്ടോകളും എടുക്കുകയാണ്. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൗതുകമാണ് ഈ ജ്വാലാമുഖി എന്ന കാഴ്ച. പുസ്തകങ്ങളിൽ വായിച്ചും ന്യൂസ് പേപ്പറുകളിലെ ന്യൂസിലുമൊക്കെ നാം ധാരാളമായി കേട്ടിരിക്കുന്ന ജ്വാലാമുഖികളാണ് ഇന്തോനേഷ്യയിലെ സജീവ ജ്വാലാമുഖികൾ. വളരെ വിദൂര കാഴ്ചയാണെങ്കിലും ഈ ജ്വാലാമുഖിയുടെ ഭീകരത നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. നാം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ജ്വാലാമുഖിയുടെ ശിഖരം ഇപ്പോൾ മഞ്ഞ് കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൂരക്കാഴ്ച പതിയെ മങ്ങി വരുന്നു. ഇങ്ങനെ ഈ വിദൂര കാഴ്ചയിൽ നിന്ന് ഞാൻ ഈ ജ്വാലാമുഖിയെപ്പറ്റിയും ഇന്തോനേഷ്യയിലെ പ്രത്യേകിച്ച് സജീവ ജ്വാലാമുഖികളെ പറ്റിയും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹയാത്രികർ പല തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന വ്യൂ പോയിന്റിൽ നിന്നും ഈ ജ്വാലാമുഖിയുടെ പല രൂപത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഈ ജ്വാലാമുഖിയും കണ്ട് അവിടെ നിന്നും ഉച്ചഭക്ഷണവും കഴിച്ച് നാം നമ്മുടെ യാത്ര തുടരുമ്പോൾ ഞാൻ ഇന്തോനേഷ്യയിലുള്ള സജീവ ജ്വാലാമുഖികളെ പറ്റിയാണ് ബസ്സിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ധാരാളം സജീവ അഗ്നിപർവ്വതങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ചിലത് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യ ദ്വീപ സമൂഹങ്ങൾ പാസിഫിക് റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ പ്രദേശം ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും പേരുകേട്ടത് കൂടിയാണ്. ഇന്തോനേഷ്യയിലെ പല സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെറാപ്പി എന്ന അഗ്നിപർവ്വതം. 1883 വലിയ സ്ഫോടനത്തിന് പേരുകേട്ടതാണ് ക്രാക്കറ്റോവ എന്ന അഗ്നിപർവ്വതം. 1815 വലിയ തോതിൽ സ്ഫോടനം നടത്തിയ ഒരു അഗ്നിപർവ്വതമാണ് തമ്പോറ എന്ന അഗ്നിപർവ്വതം. ജാവയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സൊമേരു എന്ന അഗ്നിപർവ്വതം. ഗുനുങ് അഗുങ് ബാലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അഗ്നിപർവ്വതവുമാണ്. എലുദ് ജാവയിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം, സംസ്കാരം, ചരിത്രം എന്നിവയെ കാര്യമായി സ്വാധീനിക്കുന്നവയാണ്. ഇങ്ങനെ നാം ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യമായ ബാലിയിലെ ലുവോക് കോഫിക്ക് പേരുകേട്ട കോഫി പ്ലാന്റേഷനിലേക്ക്. ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതങ്ങളാണ് പിന്നെയും വിസ്ഫോടനം നടത്തുന്നത്. ഇന്തോനേഷ്യയുടെ ഭൂമിശാസ്ത്രത്തിൽ ആധിപത്യം പുലർത്തുന്നത് യൂറേഷ്യൻ ഫലകത്തിനും ഇന്തോ ഓസ്ട്രേലിയൻ ഫലകത്തിനും ഇടയിലുള്ള സബ്സെക്ഷൻ സോണുകൾക്ക് കാരണം രൂപം കൊള്ളുന്ന അഗ്നിപർവ്വതങ്ങളാണ്. ചില അഗ്നിപർവ്വതങ്ങൾ അവയുടെ പൊട്ടിത്തെറികൾക്ക് ശ്രദ്ധേയമാണ്. 1883 ആഗോളതലത്തിലുണ്ടായ ക്രാക്കറ്റോവയുടെ പൊട്ടിത്തെറിയാണ് ഏതാണ്ട് 74,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്ന സൂപ്പർ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ടോംബ തടാകം, കാൽഡെറ
6 വർഷത്തെ അഗ്നിപർവ്വത ശൈത്യകാലത്തിന് കാരണമായി. 1815 രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തമായ സ്ഫോടനത്തിന് തമ്പോറ അഗ്നിപർവ്വതം കാരണമായി. ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതങ്ങൾ ആൽപിഡ ബെൽറ്റിൻ്റെയും പസഫിക് റിംഗ് ഓഫ് ഫയറിൻ്റെയും ഭാഗമാണ്. ഏതാണ്ട് 150 എൻട്രികളെ 6 ഭൂമിശാസ്ത്ര മേഖലകളായി തരംതിരിക്കാവുന്നതാണ്. അവയിൽ 4 എണ്ണം സുന്ദ ആർക്ക് ട്രെഞ്ച് സിസ്റ്റത്തിലെ അഗ്നിപർവ്വതങ്ങളിൽപ്പെടുന്നു. ശേഷിക്കുന്ന 2 ഗ്രൂപ്പുകൾ ചുറ്റുമുള്ള അഗ്നിപർവ്വത ദ്വീപുകൾ ഉൾപ്പെടെയുള്ള അൽമഹേറയിലെ അഗ്നിപർവ്വതങ്ങളും സുലവേസിയിലെയും സംഗിഹെ ദ്വീപുകളിലെയും അഗ്നിപർവ്വതങ്ങളുമാണ്. ഇങ്ങനെ അഗ്നിപർവ്വതങ്ങളെപ്പറ്റി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ ലുവാക് കോഫി എസ്റ്റേറ്റിലാണ്. ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഫിയാണ് ലുവാക് കോഫി. ഏറ്റവും വില കൂടിയതും ഏറ്റവും ഡിമാൻഡുള്ളതുമായ ഒരു പ്രത്യേകതരം കോഫിയാണ് ലുവാക് കോഫി എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന വിലയേറിയ ഒരിനം കാപ്പിയാണ് കോഫി ലുവാക്കോ, ഇല്ലെങ്കിൽ സിവെറ്റ് കോഫി എന്നും ഇത് അറിയപ്പെടുന്നു. ഇന്തോനേഷ്യയാണ് ആഗോളതലത്തിൽ സിവെറ്റ് കോഫിയുടെ പ്രധാന ഉൽപ്പാദകർ. കോഫി ലുവാക്കോ എന്നാണ് ഇവിടെ ഇതറിയപ്പെടുന്നത്. സിവെറ്റ് ഒരുതരം മരപ്പെട്ടി ഇല്ലെങ്കിൽ വെരുക് എന്ന മൃഗമാണ്. ഈ മൃഗത്തെ കൊണ്ട് പഴുത്ത കാപ്പിക്കുരു കഴിപ്പിച്ച് അതിൻ്റെ വിസർജ്യത്തിൽ നിന്ന് ദഹിക്കാതെ കിടക്കുന്ന കാപ്പിക്കുരു വേർതിരിച്ചെടുത്ത് സംസ്കരിച്ചാണ് ഈ കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത്. ഇന്ത്യയിലെ കൂർഗിൽ വനപ്രദേശങ്ങളോട് ചേർന്ന കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് സിവറ്റിൻ്റെ വിസർജ്യം ശേഖരിച്ച് കാപ്പിക്കുരു സംസ്കരിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വില കൂടിയ കാപ്പിയാണ് കോഫി ലുവാക്. വെരുക് തിന്നുകയും ദഹിക്കാതെ വിസർജിക്കുകയും ചെയ്യുന്ന കാപ്പിക്കുരു പൊടിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇന്തോനേഷ്യ ദ്വീപസമൂഹത്തിലെ സുമാത്ര, ജാവ, സുലാമെസി എന്നിവിടങ്ങളിലും ഫിലിപ്പൈൻസിലും കിഴക്കൻ ടിബറ്റിലുമാണ് ഇത് പ്രധാനമായി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നാം കാണുന്ന ഈ മൃഗമാണ് സിവെറ്റ് ഇല്ലെങ്കിൽ വെരുക് ഇല്ലെങ്കിൽ മരപ്പെട്ടി എന്നറിയപ്പെടുന്നത്. ഒരു കാപ്പിത്തോട്ടത്തെ പോലും എങ്ങനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കാം എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു. കാപ്പിക്കുരു ഭക്ഷണമാക്കുന്ന വെരുകിനെ കാപ്പിത്തോട്ടത്തിലേക്ക് കയറ്റിവിടും. പഴുത്ത കാപ്പിക്കുരു സിവെറ്റ് ഭക്ഷിക്കും. ഇവ കഴിക്കുന്ന കാപ്പിക്കുരു ദഹിക്കാറില്ല. 24 മണിക്കൂറിന് ശേഷം സിവെറ്റ് പുറന്തള്ളുന്ന വിസർജ്യത്തിൽ ദഹിക്കാതെ കിടക്കുന്ന കാപ്പിക്കുരു ഉണ്ടാകും. ഇത് ശേഖരിച്ച് വിവിധ രീതിയിൽ സംസ്കരിച്ചാണ് സിവെറ്റ് കോഫി ഉണ്ടാക്കുന്നത്. ചുവന്ന കാപ്പിക്കുരുവിൻ്റെ മാംസളമായ ഭാഗം മാത്രം സിവെറ്റിൻ്റെ വയറ്റിലെ എൻസൈമുകളുമായി ചേരുന്നതിനാൽ കാപ്പിക്കുരുവിൽ പ്രത്യേകതരം ഫ്ലേവർ ഉണ്ടാകുന്നു. വിസർജ്യത്തിലൂടെ സിവെറ്റ് പുറന്തള്ളുന്ന ഈ കാപ്പിക്കുരു പ്രത്യേക രീതിയിൽ സംസ്കരിച്ച് എടുക്കുന്നതിലാണ് സിവെറ്റ് കോഫിക്ക് വിപണിയിൽ ഉയർന്ന വില നൽകേണ്ടി വരുന്നത്. ഇങ്ങനെ നാം ഈ സിവെറ്റ് കോഫിയുടെ ഉൽപാദന രീതിയെപ്പറ്റിയും അതിന് കാരണമായ വെരുകിനെ പറ്റിയും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഈ കോഫി തോട്ടത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിശാലമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ പ്രകൃതി ഭംഗിയും ഒരു കാപ്പിത്തോട്ടത്തെ പോലും എങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്താൻ ഇവർക്ക് സാധിക്കുന്നത് എന്ന കാര്യമോർത്ത് കൊണ്ട് അത്ഭുതപ്പെട്ട് അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടും ധാരാളം ഫോട്ടോകൾ എടുത്തും അതുപോലെ തന്നെ കോഫി ടേസ്റ്റിംഗ് എന്ന ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തും വിവിധങ്ങളായ രുചികളുള്ള കോഫി ടേസ്റ്റ് ചെയ്തും വിശാലമായ ഈ കാപ്പിത്തോട്ടത്തിലെ മനോഹരമായ കാഴ്ചകൾ ആവുന്നത്ര മനസ്സിലും ക്യാമറയിലും പകർത്തി അങ്ങനെ നടക്കുകയാണ് സഹയാത്രികർക്കൊപ്പം. എല്ലാവർക്കും വലിയ അത്ഭുതമാണ് ഒരു കോഫിത്തോട്ടം എങ്ങനെയാണ് ഇതുപോലെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റാൻ പറ്റുക എന്ന്. പല പല തട്ടുകളായി തിരിച്ച് ബാലിനീസ് തനതായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു കുടിലുകളും മനോഹരങ്ങളായ ഫോട്ടോഷൂട്ട് പോയിന്റുകളും മനോഹരങ്ങളായ ഇരിപ്പിടങ്ങളും ഇരുന്ന്
കാപ്പി കഴിക്കാനും ഇവിടുത്തെ പ്രകൃതിയെ ആവോളം ആസ്വദിക്കാനും പറ്റുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ബാലിനീസ് ശൈലിയിലുള്ള നിർമ്മിതികളും ഒക്കെ കണ്ടുകൊണ്ടും ഇവിടുത്തെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തെയും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെയും ആവോളം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടും കഴിയുന്നത്ര മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടും ഒക്കെ ഇവിടെ എത്തുന്ന ആയിരങ്ങളോടുകൂടി ഞങ്ങളും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇവിടെ നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നാം കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബാലിനീസ് സ്ത്രീ കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തരികയാണ് ലൈവായി തന്നെ. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നാം അവിടെ നിന്നും ഇപ്പോൾ മറ്റൊരു വിസ്മയത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ബാലിയിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ ഒരു ദേവാലയമാണ്. ഇത് ഹോളി സ്പ്രിങ്സ് ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ബാലിയിൽ എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ഹോളി സ്പ്രിങ്സ് ടെമ്പിൾ. ബസ്സിൽ അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്ത് ഈ ഹോളി സ്പ്രിങ്സ് ടെമ്പിളിലെത്തുകയും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങുകയുമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഡ്രസ് കോഡാണ്. ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനും ഇവിടെ എൻട്രൻസിൽ കരുതിയിരിക്കുന്ന മുണ്ട് ധരിച്ച് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അത് സ്ത്രീയായാലും പുരുഷനായാലും വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എൻട്രൻസിൽ ഇവിടെ എത്തുന്ന യാത്രികർക്ക് ആവശ്യമായ ബാലിനീസ് രീതിയിലുള്ള ഒരുതരം മുണ്ടുകൾ കരുതി വച്ചിട്ടുണ്ട്. നാം എൻട്രൻസിലെത്തി അവിടുന്ന് ഈ മുണ്ട് ധരിച്ചതിന് ശേഷം വേണം നാം ഈ ദേവാലയത്തിനുള്ളിലേക്ക് കടക്കാൻ. ഇന്തോനേഷ്യയിലെ ബാലിനീസ് ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലമാണ് പുര അല്ലെങ്കിൽ ബാലിനീസ് ഹിന്ദു അമ്പലം. ബാലിനീസ് വാസ്തുവിദ്യയിൽ കണക്കാക്കപ്പെടുന്ന ശൈലിയിലും നിയമങ്ങളും ക്രിയാവിധിയും അനുസരിച്ചാണ് ഈ പുരകൾ ഇല്ലെങ്കിൽ ബാലിനീസ് അമ്പലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും മനോഹരവും ഏറ്റവും പ്രമുഖവുമായ അമ്പലമാണ് ഈ ഹോളി സ്പ്രിങ്സ് ടെമ്പിൾ. ബാലി ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ പുരകൾ ഇല്ലെങ്കിൽ ഇത്തരം അമ്പലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഹിന്ദുമതമാണ് ഈ ദ്വീപിലെ ഏറ്റവും പ്രമുഖമായ മതം. ഇന്തോനേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും പുരകൾ ഇല്ലെങ്കിൽ ഇത്തരം ദേവാലയങ്ങൾ കാണപ്പെടുന്നു. ബെസാക്കിഹിയിലെ മാതൃക്ഷേത്രമാണ് ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതും ഏറ്റവും പവിത്രമായ ക്ഷേത്രം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാലിയിൽ അനേകം പുരകൾ ഇല്ലെങ്കിൽ ദേവാലയങ്ങൾ കാണപ്പെടുന്നത് കൊണ്ട് ബാലിയെ 1000 പുരകളുടെ ദ്വീപ് എന്നാണ് വിളിക്കുന്നത്. കൊട്ടാരം, ഗോപുരങ്ങളുള്ള നഗരം, ചുമരുകളുള്ള നഗരം എന്നിങ്ങനെയെല്ലാം അർത്ഥം വരുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് പുരി, പുര, പുരം, പോരെ എന്നീ വാക്കുകൾ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാലിനീസ് ഭാഷയുടെ വികാസ പരിണാമത്തിൽ പുര എന്ന പദത്തിന് ക്ഷേത്ര സമുച്ചയം എന്നും പുരി എന്നതിന് കൊട്ടാരം ഇല്ലെങ്കിൽ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും വാസസ്ഥലം എന്നും അർത്ഥം ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ ഹിന്ദു ദേവാലയത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ബാലിനീസ് ദ്വീപിൽ ഉള്ള ഹിന്ദു ദേവാലയങ്ങളുടെ നിർമ്മിതിയെയും വാസ്തുവിദ്യയും ഒക്കെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹയാത്രികർക്കൊപ്പം ഞാനും ഈ ഹോളി സ്പ്രിങ്സ് ടെമ്പിളിനുള്ളിലേക്ക് കടന്ന് ഇവിടുത്തെ അതിമനോഹരമായ നിർമ്മിതികളും കാഴ്ചകളും പവിത്ര സ്ഥലങ്ങളും ഹോളി സ്പ്രിങ്സും ഉറവയും മറ്റ് അനേകം വിസ്മയങ്ങളും കണ്ട് ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആവുന്നത്ര കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയും ആവുന്നത്ര കാഴ്ചകൾ കണ്ട് അതിൻ്റെ മനോഹരിത ആസ്വദിച്ചും
മറ്റ് സഹയാത്രികർക്കൊപ്പം തനി ബാലിനീസ് വേഷത്തിൽ ഈ അമ്പലത്തിനുള്ളിൽ അങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട്. ഇവിടെ എത്തുന്ന തദ്ദേശീയരായാലും വിദേശീയരായാലും ഇന്ത്യക്കാരായാലും ആരായാലും ഇവിടുത്തെ ബാലിനീസ് മുണ്ട് ധരിച്ച് മാത്രമേ ഈ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതരം കളർ സ്കീമിലും ഒരുക്കി വച്ചിരിക്കുന്ന ഈ ബാലിനീസ് വസ്ത്രം ധരിച്ച് സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെ നടന്ന് ഇവിടുത്തെ മനോഹര കാഴ്ചകൾ കാണുകയും ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവിടെ ആചാരപരമായ പൂജകളും ക്രിയാവിധികളും ഒക്കെ നടക്കുന്നുണ്ട്. ആ പൂജകളിലും ക്രിയാവിധികളിലും ഒക്കെ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്, അതിൻ്റേതായ ആചാര രീതികളുണ്ട്. യാത്രാ ഗ്രൂപ്പിലെ ഒരാൾ ഒഴിച്ച് മറ്റാരും ഇത്തരം ക്രിയാവിധികൾക്കോ പൂജാ കർമ്മങ്ങൾക്കോ ഒന്നും തയ്യാറായില്ല. തയ്യാറായ ആൾ ആണെങ്കിൽ തന്നെ പോയി ഈ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി തിരിച്ച് യാത്രാ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ഇങ്ങനെ നാം ഇവിടുത്തെ അനേകം കാഴ്ചകൾ കണ്ട് അനേകം മണ്ഡപങ്ങളും അനേകം പുരകളും അനേകം ആരാധനാ സ്ഥലങ്ങളും ഒക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടുത്തെ വാസ്തുശില്പമാണ്, വാസ്തുവിദ്യയാണ് നമ്മെ ഏറെ ആകർഷിക്കുന്നത്. കാരണം പരമ്പരാഗതമായ രീതികൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വാസ്തുവിദ്യയിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും നടന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ മനോഹരങ്ങളായ കാഴ്ചകളും കണ്ട് ഇവിടുത്തെ മനോഹരമായ ആചാരങ്ങളും കണ്ട് ഇവിടുത്തെ പ്രാർത്ഥനാ രീതികളും ഇവിടെ അമ്പലത്തിനുള്ളിലെ സംസ്കാരവും അമ്പലത്തിനുള്ളിലെ രീതികളും അമ്പലത്തിന് ഉള്ളിലെ തദ്ദേശീയരുടെയും വിദേശീയ നടത്തവും ഒക്കെ കണ്ട് നാം അങ്ങനെ മുന്നോട്ട് നീങ്ങി ഇപ്പോൾ അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ അമ്പലത്തിന് പുറത്തായി ഈ ഗോപുരങ്ങൾക്ക് ചുറ്റുമായി ധാരാളം വിഗ്രഹങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. മനോഹരമായ സൃഷ്ടികൾ. ഈ സൃഷ്ടികളെയൊക്കെ കണ്ട് നാം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെയുള്ള ഉറവയുടെ അടുത്തേക്കാണ്, ഉറവ ജലം നൽകുന്ന കുളത്തിൻ്റെ അടുത്തേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോഴും എൻട്രൻസിൽ ധാരാളം ആൾക്കാർ വരികയും ഈ ബാലിനീസ് വസ്ത്രം ധരിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് സഹയാത്രികർക്കൊപ്പം ഞാനും ഇപ്പോൾ ഈ പുരയിൽ നിന്നും ഇല്ലെങ്കിൽ ഈ ഹോളി സ്പ്രിങ്സ് ടെമ്പിളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാളെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനായി ഹോട്ടലിലേക്ക് യാത്ര തിരിക്കുകയാണ്.